മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കും. സ്വിച്ച്ഡ് ഓഫ് ആയിരുന്ന രാഹുലിന്റെ ഫോൺ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഓണായി. ബംഗളൂരുവിൽ നിന്ന് രാഹുലിന്റെ ഡ്രൈവർ ഉൾപ്പെടെ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് 8 ദിവസം പിന്നിടുകയാണ്. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, പാർട്ടിയിൽ നിന്ന് പുറത്തായി, കോടതി മുൻകൂർ ജാമ്യം തള്ളി. അപ്പോൾ എന്താണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടുത്ത നടപടി എന്നുള്ളതാണ് നമ്മളൊക്കെ ഉറ്റുനോക്കുന്നത്. എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് അറിയില്ല. ഫോൺ ഓണായി ഇടയ്ക്ക്, പക്ഷേ അത് വിളിച്ചാൽ കിട്ടാത്ത തരത്തിലേക്ക് ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇനി അദ്ദേഹത്തിന്റെ അടുത്ത നടപടി എന്നതിലേക്ക് ഹൈക്കോടതിയെ ഉടൻ തന്നെ സമീപിക്കുമെന്നുള്ളത് വാർത്ത നേരത്തെ നമ്മൾ പുറത്തുവിട്ടതാണ്. അടുത്ത നീക്കങ്ങൾ എങ്ങനെയാകുമെന്നത് അറിയാനാണ് ആകാംക്ഷ. സലീം. അനുജ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. നിലവിൽ ഇനി ഈ പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടി അത് ആ നിലയിലൂടെ ഒരു വലിയ നാണക്കേട് കൂടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാത്തിരിക്കുന്നു എന്നുകൂടി മാത്രമാണ് അറിയാനുള്ളത്. അതിനപ്പുറത്തേക്ക് സ്വയം കീഴടങ്ങുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻപിൽ ഇനി ഒരല്പമെങ്കിലും നാണക്കേട് മറയ്ക്കാനുള്ള ഏക വഴി. അതുപോലും ഈ ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ആ നടപടി പോലും ചെയ്യാനുള്ള തുടക്കം കുറിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അടുത്ത ഹൈക്കോടതിയിലേക്ക് വലിയ തിരിച്ചടി ഇവിടെ ഈ കോടതിയിൽ നിന്ന്, കീഴ്ക്കോടതിയിൽ നിന്ന് ലഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം. ഇന്ന് തന്നെയോ അതല്ലെങ്കിൽ നാളെയോ ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മുന്നിൽ കാണുന്നത്. അതിനിടയിൽ ഓരോ സംസ്ഥാനങ്ങൾ മാറി സംസ്ഥാനത്ത് നിന്ന് തെരഞ്ഞെടുത്തുവിട്ട ഒരു MLA ഇപ്പോഴും പല ജില്ലകളും പല സംസ്ഥാനങ്ങളും കടന്നു പോവുകയാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് കർണാടകയിലെ ബാഗലൂരുവിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നും ബാംഗ്ലൂരുവിലേക്ക് പോയി. അങ്ങനെ പല വഴികളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിട്ടുണ്ട്. അതിനിടയിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായി ഒരു പഠിച്ച ക്രിമിനലിനെ പോലെയുള്ള പ്രവർത്തികൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് പലതവണയായി ഉണ്ടാകുന്നുണ്ട്. ഇടയ്ക്ക് തിരുവനന്തപുരത്ത് വന്നു എന്നൊരു പ്രചരണം നടത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ. അതിന് പിന്നാലെ ഇന്നും ഈ ജാമ്യാപേക്ഷയിൽ വിധി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഫോൺ സ്വിച്ച് ഓൺ ആക്കി. അതിനുശേഷം അത് ആർക്കും കിട്ടാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അങ്ങനെ ഒരു കൊടും ക്രിമിനൽ ചെയ്യുന്ന എല്ലാ നടപടികളും, പഠിച്ച കള്ളൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇനി എന്താകും രാഹുലിന്റെ അടുത്ത നടപടി എന്നുള്ളതിൽ വ്യക്തതയില്ല. അപ്പോഴും കീഴടങ്ങാനുള്ള ഒരു സാധ്യതയും രാഹുൽ മാങ്കൂട്ടത്തിൽ കാണുന്നില്ല. പക്ഷേ നാണം കെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടുക എന്നുള്ളൊരു വിധി കൂടി രാഹുലിനെ കാത്തിരിക്കുന്നു എന്നറിയണം. അതിനായി അന്വേഷണ സംഘം പരമാവധി പരിശോധനകൾ നടത്തുന്നുണ്ട്. പല സ്ഥലങ്ങളിലെയും അതിർത്തി മേഖലകളും, തമിഴ്നാട്, കേരളം, കർണാടക, ഈ 3 സ്ഥലങ്ങളിലെയും അതിർത്തി മേഖലകൾ, തോട്ടം മേഖലകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള വ്യാപകമായ പരിശോധനയും അന്വേഷണവും നടക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ച 2 പേരെ ഇതിനോടകം തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരുടെ ഫോൺ കോളുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പോകാൻ സാധ്യതയുള്ള ഇടങ്ങളുമൊക്കെ പരിശോധിച്ച് വരികയാണ്. ആ നിലയിലാണ് ഇപ്പോഴുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. അനുജ, അതാണ് പാലക്കാടിന്റെ പ്രതിനിധിയായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇന്നേക്ക് ഒളിവിലായിട്ട് 8 ദിവസമാകുന്നത്. എന്താകും അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം എന്നുള്ളതാണ് അറിയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.